ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. ഈ അടുത്ത് ക്രിപ്റ്റോയിൽ നടന്ന വലിയൊരു ഇന്നോവേഷനാണ് X402 പ്രോട്ടോകോൾ ഇംപ്ലിമെന്റേഷൻ. എന്താണ് X402? ഒരു ഏജന്റിന് മറ്റൊരു ഏജന്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് ഒരു ഹ്യൂമന്റെ ഓതന്റിക്കേഷൻ ഇല്ലാതെ പേയ്മെന്റ് നടത്താൻ കേപ്പബിൾ ആക്കുന്ന ഒരു പ്രോട്ടോകോളാണ് X402 എന്നുള്ള പ്രോട്ടോകോൾ. അതിൽ വളരെ ടോപ്പിൽ നിൽക്കുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടോക്കണാണ് PayAI നെറ്റ്വർക്ക്. അവരുടെ ടോക്കണാണ് PayAI എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ടോക്കൺ വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു ടോക്കൺ ആണെന്ന് പറയുന്നത്? എങ്ങനെയാണ് അവർ X402 സിസ്റ്റത്തിൽ ലീഡിംഗ് ആയിട്ട് വന്നത്? എന്തൊക്കെയാണ് PayAI നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ്? എന്തുകൊണ്ടാണ് അവർ X402 ലീഡിംഗ് ആയി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ടോക്കൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോക്കൺ ആണ് എന്ന് പറയുന്നത്? എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ബേസിക്കലി PayAI എന്ന് പറയുന്നത് ഒരു AI ഏജന്റ് മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് പലതരത്തിലുള്ള AI ഏജന്റുകളെ ലിസ്റ്റ് ചെയ്യുന്നതിനും കണ്ടുപിടിക്കുന്നതിനുമുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് PayAI എന്നുള്ള നെറ്റ്വർക്ക്. അവരുടെ ടോക്കൺ ആണ് PayAI എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇവരുടെ സർവീസ് ഉപയോഗിക്കുന്നതിന് ഈ ടോക്കൺ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ AI ഏജന്റുകൾക്കും ഓരോരോ കേപ്പബിലിറ്റീസ് ആണ്. ചില AI ഏജന്റ് ട്വീറ്റ് ചെയ്യാനായിരിക്കും, ചില AI ഏജൻസ് LLM സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ആർട്ടിക്കിൾ എഴുതുന്നതായിരിക്കും, ചില ഫാക്ട്സ് അല്ലെങ്കിൽ ലോ കണ്ടുപിടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഏജന്റുകളെല്ലാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിനുള്ള ഒരു മാർക്കറ്റ് പ്ലേസ്. ചുരുക്കി പറഞ്ഞാൽ AI ഏജന്റിന്റെ ഗൂഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് PayAI നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ X402 വന്നതോടുകൂടി ഏജന്റ് ടു ഏജന്റ് ട്രാൻസാക്ഷൻസ്, റെന്റൽ, കമ്മ്യൂണിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കായി അവർ വളർന്നു. അപ്പോൾ ഈ കോയിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് X402 എന്താണെന്ന് നമുക്ക് ചുരുങ്ങിയ രീതിക്ക് മനസ്സിലാക്കാം. ഇതുവരെ നമുക്കൊരു പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് വിസ, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കമ്പനികളുടെ സഹായം ആവശ്യമുണ്ട്. അവരുടെ നെറ്റ്വർക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതിനായി 3% ട്രാൻസാക്ഷൻസ് ഫീസ് കൊടുക്കണം, നമുക്ക് OTP അല്ലെങ്കിൽ KYC നടത്തി നമ്മളതിൻ്റെ അപ്രൂവൽ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കടമകളുണ്ട്. അത് മാത്രമല്ല അവർക്കൊക്കെ മിനിമം പേയ്മെൻറ്റ് ത്രെഷോൾഡും ഉണ്ട്. എന്നാൽ ഇതൊക്കെ മാറ്റി ഏജന്റ് ടു ഏജന്റ് AI ഏജന്റിന് മറ്റൊരു AI ഏജന്റിലേക്ക് ഹ്യൂമൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ മൈക്രോ പേയ്മെൻറ്റ്സ് നടത്താൻ കേപ്പബിലിറ്റി കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് X402 എന്നുള്ള പ്രോട്ടോക്കോൾ. അതായത് HTTP 402 എന്ന് പറയുന്നത് 1990s തൊട്ടുള്ളതാണെങ്കിലും ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ വന്നത് ഈ അടുത്താണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് ബ്ലോക്ക് ചെയിനാണ് ഏറ്റവും ഉപയോഗമായിട്ടുള്ളതും. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ലീഡ് എടുത്തത് ബേസ് ചെയിനും ഗൂഗിളും കൂടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഏജന്റ് ടു ഏജന്റ് പേയ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണെന്ന് മനസ്സിലായില്ലേ? ഈ അവസരം PayAI എന്നുള്ള നെറ്റ്വർക്ക് വളരെ വൃത്തിയായിട്ട് ഉപയോഗിച്ചു. അവരവരുടെ പ്രോട്ടോക്കോളിൽ ഏജന്റ് ടു ഏജന്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സ്, അതായത് X402 ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു കൂട്ടം ആൾക്കാരാണ് ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റേറ്റേഴ്സിൽ ബേസ് ചെയിൻ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രോട്ടോക്കോളാണ് PayAI നെറ്റ്വർക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രോട്ടോക്കോളിൻ്റെ ഉപയോഗം ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെയധികം കൂടാനാണ് സാധ്യത. ഇതുപോലെ മറ്റു ചില ടോക്കൺസ് ഉണ്ടെങ്കിലും ലീഡിങ്ങിൽ നിൽക്കുന്നത് PayAI നെറ്റ്വർക്കാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് AI ഏജന്റിൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഈ AI ഏജന്റിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാസ്കുകൾ റിക്വസ്റ്റ് ചെയ്യുകയും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റിയും ഈ നെറ്റ്വർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് എ വെരി ഗുഡ് വാല്യൂ പ്രൊപ്പോസിഷൻ. അത് കൂടാതെ ഇതും മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിൽപ്പെട്ട ഒരു ടോക്കണാണ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട്, അതായത് ഒരു വലിയ നെഗറ്റീവിൻ്റെ ഭാഗമാണ്, നല്ല ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, പോരാത്തതിന് മൈക്രോ ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഈ കോയിൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ഇന്നോവേഷനുകളെക്കുറിച്ചും അതിന് ലീഡ് ചെയ്യുന്ന ടോക്കണെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ, ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ടോക്കൺ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ്. അവിടെയാണ് ഏറ്റവും പുതിയ ടോക്കൺസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രൂസ്.